ഞാനിപ്പോൾ ഉള്ളത് ഒരു മലയാളിക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന അപ്പുറത്തായ ഒരു സ്ഥലത്താണ്. അതായത് 2018 വോൾക്കാനോ ഇറപ്ഷൻ നടന്ന വൺ ഓഫ് ദി വീക്കസ്റ്റ് വോൾക്കാനോ ഏരിയയായ മൗണ്ട് ബ്രോമോൻ്റെ മേലെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആക്റ്റീവ് വോൾക്കാനോ, ദ റിയൽ ആക്റ്റീവ് വോൾക്കാനോ. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അപ്പം എങ്ങനെ ഇങ്ങോട്ട് വരാമെന്ന് പോയി കണ്ടിട്ട് വരൂ. ദ ഗ്രേറ്റ് മൗണ്ട് ബ്രോമോ. എങ്ങനെ ഇങ്ങോട്ടേക്ക് വരാം? ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ മാറി ഈസ്റ്റ് ജാവയിലെ സുറാബായ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സുറാബായയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാറി മലാങ് എന്ന് പറയുന്ന ചെറുപട്ടണത്തിൽ നിന്നും ഏകദേശം 54 കിലോമീറ്റർ മാറിയാണ് മൗണ്ട് ബ്രോമോ എന്ന് പറയുന്ന ആക്റ്റീവ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത്. രാത്രി 1 മണി നമ്മളെ ട്രെക്കിംഗ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്, വോൾക്കാനോ ട്രെക്കിംഗ്. അപ്പം മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വണ്ടി അതിനും വലുതാണ്. 4x4 കട്ട ജീപ്പ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. 1 മണിക്കൊക്കെ തുടങ്ങി സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോണത്. ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പം നമ്മളിതാ ജീപ്പിൻ്റെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ഇവിടെ. എല്ലാ ജീപ്പുകാരും ഇവിടെ നിർത്തിയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ എന്തോ ടിക്കറ്റ് ഉണ്ട് ജീപ്പിന്, അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുക എല്ലാവരും. സിസ്റ്റർ ടിക്കറ്റ് കൗണ്ടർ. ഇതിനാണ് ഇത്ര നേരത്തെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസ് ശരിക്കും 4 to 5 മണീൻ്റെ ഇടയിലാണ്. ഏകദേശം ഒരു 500-600 കാറുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. കാറല്ല, ജീപ്പ്. അപ്പം ഈ ട്രാഫിക്കിൽ കുടുങ്ങരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വാക്ക് കൂടിയേ ഉള്ളൂ നമ്മുടെ സൺറൈസ് പോയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കാണാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ സൺറൈസ് ആണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. ഹായ് അബു കബാർ. Bye. Acha. You can speak Hindi also. We are all from German, right? You guys are from there. Yeah. Your name? Fabi. Yes. Yuya. And your name? Bima. Okay. ഭീമൻ, ഫാബി, യുയ എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയ കടയിൽ തീ കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നത്. ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട്. ചേച്ചി അവിടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെയായി. നിങ്ങളെല്ലാവരും സൺറൈസ് കണ്ടിട്ടുണ്ടാവും. ഈ കണ്ട ആൾക്കാരൊക്കെ വന്നത്, ഞാനിപ്പോൾ ഈ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു രക്ഷയില്ല. ഞാൻ ആക്ച്വലി ഒരു സൺറൈസ് പ്രേമി അല്ല, പക്ഷേ ഇത് കണ്ടപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് വോൾക്കാനോ ഇങ്ങോട്ടൊന്ന് കാണാൻ വേണ്ടി പറ്റും. സീരീസ് എന്തൊരു ഭംഗിയാ നോക്കി. 1 2 സോറി അവിടെ ഒരു ചെങ്ങ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആക്റ്റീവ് വോൾക്കാനോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ മൂന്നാറിലില്ലേ ഇല്ലിക്കല്ലിലെ വ്യൂ അതുപോലെ ഉണ്ട്.
യെസ്, ഞാൻ ഇവിടുന്ന് എടുക്കാം ഗൈസ്. ഓ, എന്തേ പറയണ്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇവിടെയാണ് ഗൈസ്, മൗണ്ട് ബ്രോമോ. എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നുന്നു ഈ വ്യൂ കണ്ടിട്ട്. ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് വ്യൂ അതിതാണ്. ഓ, ഫുള്ള് മരനിരകൾ. നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഒരു ടെൻഷനും അടിക്കേണ്ട നിങ്ങളാരും. നമ്മൾ അതിലെ ഇങ്ങനെ പോയി ഞാൻ ആ വോൾക്കാനോയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പിന്നെ സൺറൈസ് പോയിന്റ് ആണ്. ആക്ച്വലി ഇവിടെ 3-4 സൺറൈസ് പോയിന്റ് ഉണ്ട്, 4 സൺറൈസ് പോയിന്റ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ ആൾക്കാർ കുറേ പേര് നിൽക്കുന്നത്, ഒന്ന് നമ്മൾ നിൽക്കുന്ന സൺറൈസ് പോയിന്റ് ഇത്, പിന്നെ വേറൊരെണ്ണം കേട്ടോ ആൾക്കാർ അവിടെ കാണാം. അപ്പോൾ കുറേ സൺറൈസ് പോയിന്റ് ഉണ്ട്, അത്രക്കും ജനങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് 4-5 സൺറൈസ് പോയിന്റ് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സൺറൈസ് പോയിന്റിൻ്റെ കുറേ പേരുകളൊക്കെ ഉണ്ട്, ഞാൻ ചോദിച്ചു നോക്കാം. നമ്മളെ കൂടെ വന്നൊരു കഥ ഇവിടെ. ഹായ് ഹായ് ഭീമ. അതാ നമ്മളെ കൂടെ വന്ന മറ്റേ 2 ആൾക്കാർ. എനിക്ക് ഈ വ്യൂ എടുത്തിട്ട് തന്നെ ഒരു രക്ഷയില്ല. ഇവിടെ ഫിക്രി 1 വീഡിയോഗ്രാഫി കേട്ടോ. യെസ് മിസ്റ്റർ ഫിക്രി ബ്രോ. Hello. Good morning from Rome. Hi. What should I say? Okay. Tell me the name of the viewpoint. Okay, guys. Actually, the name of this viewpoint is Penanjakan Perahu, and there is a view from Penanjakan Semeru that was amazing. Yeah. Brona, Jakanu, Bramu. Yeah, Mount Bromo. It's okay, guys. When we talk about Mount Bromo, actually the name of Bromo is inspired by the name of the gods in Hindu. Yes. It's named Bhima. Brahma. Brahma. Sorry. Brahma. It's So- mistake from me. Yeah, people hear Brahma, they say Bromo. Bramu. Yes. So there's Mount Bromo. Bramu. ഗൈസ്, ഇവിടെ ഒരു ചേട്ടൻ എന്തോ സാധനം വിൽക്കാൻ വേണ്ടിയുണ്ട്. ഹലോ അബക്കബർ. ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഐ തിങ്ക് when I say Abakabar they are telling bye. It's bye means good. Bike is I'm good. Great. I'm good. Good. Okay, then you can tell. What is this? This is the edelweiss, the flowers okay, for from what? the mountain. For what? And this is For- what? Andes? And those flower. Okay, for So for they decoration. did it- Huh? There is any particular What? story So, about this? throwing to the crater Oh. because yeah, Okay guys, അപ്പം ഈ സാധനം can I- people buy it and throw ഇത് മേടിച്ചിട്ട് ആ വോൾക്കാനോയിൽ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ശും എറിയും. How much for this? Berapa? Kalau yang ini 30. 30? Ikatan 30? 30,000. 30,000. 30,000 expensive. This one? 10,000. Expensive. But this is just for us to Keychain. keep. This is keychain. For memories, right? Mhm. Yeah, you can say here. Should I buy one? Guys, ഇതൊരെണ്ണം മേടിച്ചാലോ, നല്ല രസമുണ്ട് കാണാൻ. He should buy all. Otherwise, he will buy for me. Okay. You should buy all and give to your subscriber. Yeah. Definitely. Guys, you'll get a free from here because of me. ഞാൻ ഇത് മേടിക്കൊന്നുമില്ല, ഞാൻ ചിലപ്പോൾ ഇത് ഒരെണ്ണം മേടിക്കട്ടെ ഗൈസ്. എനിക്ക് ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് ഒരു രക്ഷയില്ല. ഇത് ഗോപ്രോയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്, എന്നാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ഗൈസ്. ഒരു ദിവസം ഫുള്ള് വേണമെങ്കിൽ ഇവിടെ നിൽക്കാട്ടോ. എനിക്ക് കണ്ടിട്ടും കൊതി തീരാത്തൊരു സ്ഥലമായിട്ട് മാറിട്ടോ. ഇത്രയും കാലം ആരെങ്കിലും ചോദിച്ചാൽ ബെസ്റ്റ് കൺട്രി ഐ വിസിറ്റഡ്, ഞാൻ വിയറ്റ്നാം ആയിരുന്നു. ബട്ട് ഇന്ന് മുതലേ ഞാൻ മാറ്റി പറയാം, ഇറ്റ്സ് ഇന്തോനേഷ്യ. ജനങ്ങളായിക്കോട്ടെ, ഹോസ്പിറ്റാലിറ്റി, ഫുഡ് ആൻഡ് ദ പ്ലേസ്, ഇന്തോനേഷ്യ ഗൈസ്. നമ്മൾ നടക്കുന്ന സ്ഥലം നോക്ക്, ഇവിടുത്തെ ഈ മരങ്ങൾക്കൊക്കെ ഒരു സ്പെഷ്യൽ കളറാ. ഓ, ആരും മിസ്സാക്കരുത്, ഒരു കാരണവശാലും ഈ സ്ഥലം മിസ്സാക്കരുത്. ഓ, പീനറി നോക്ക്.
എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഒന്നും പറയല്ല. നമുക്കൊരു 5 മിനിറ്റ് വാക്കുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ഗൈസ്. നമ്മളെ ജീപ്പിലോട്ട് എത്തും. ജീപ്പ് എടുത്തിട്ട് നമ്മൾ ഇനി മൗണ്ട് ബ്രോമോൻ്റെ അടുത്തോട്ടാണ് പോണത്. ഗൈസ്, ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെ. ബെസ്റ്റ് വ്യൂ, ഒന്നും പറയാനില്ല. ഇത് ഡൈനോസർ മൗണ്ടെയിൻ എന്നൊക്കെ പറയാറുണ്ട് ഇവിടുത്തുകാർ. അപ്പോൾ നമ്മൾ മൗണ്ട് ബ്രോമോ വോൾക്കാനോ ഇതിൻ്റെ അപ്പുറത്താണ്. അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു ജീപ്പ് ഫോട്ടോഗ്രാഫിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീപ്പ്. ഈ സ്ഥലം ഒന്ന് നോക്കിയേ. ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക? ഒരു രക്ഷയില്ല. ഏതോ ഒരു രാജ്യത്ത്, ഇത് ഇന്തോനേഷ്യ ആണെന്ന് തോന്നുന്നില്ല, ഏതോ രാജ്യത്ത് പോയി നിന്ന പോലെ ഉണ്ട് ഗൈസ്. ഈ മൗണ്ടെയിൻ കണ്ടോ, ഈ വെട്ട് കണ്ടോ? അതുകൊണ്ടാണ് ഇതിനൊരു പിന്നെ നമ്മളെ ഡൈനോസറിൻ്റെ ഫിലിമിൽ ഡൈനോസർ കയറി നിൽക്കുന്ന മല പോലെ തോന്നും എന്നുള്ള രീതിയിലാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മളെ ആ ജീപ്പിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ചുറ്റും മലകളാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. നമ്മളെ സൺറൈസ് വ്യൂ പോയിന്റ്. അപ്പോൾ കുറേ പേർക്ക് ചോദ്യം ഉണ്ടാവും, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പം ഇതിന് പൈസ ചിലവില്ലേന്ന് പറഞ്ഞത്. ഇതിന് പൈസ ചിലവുണ്ട്. നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരിക. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് സാധിക്കും. ബെറ്റർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരെ കൂടെ ഇങ്ങോട്ടേക്ക് വരിക. കാരണം നമ്മളെ യാത്ര തുടങ്ങുന്നത് രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെയാണ്. അപ്പം ഞാൻ ബെസ്റ്റായിട്ട് എനിക്ക് കിട്ടിയ ഒരു റെക്കമെൻഡേഷനാണ്. ദിസ് ഈസ് ഫിക്രി, കം ഹിയർ. ഹലോ. യെസ്. അപ്പം നമ്മൾ ഇവരെ കൂടെയാണ് വന്നത്. ഇവരെ പേര് സ്മാർട്ട് വേ ഇന്തോനേഷ്യ. യെസ്, Smart Way. This is the logo. Wonderful Indonesia. യെസ്. അപ്പോൾ ഞാൻ ഇവരെ കൂടെയാണ് വന്നത്. അപ്പോൾ എങ്ങനെ വരാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാങ് സിറ്റി, റൈറ്റ്? Malang City. The trip start from Malang City. We Okay. can also start from Surabaya. Surabaya. Okay, Surabaya also. Yeah, we have a team in Surabaya. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സുറാബയെന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മലാങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുന്നത് മലാങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം അവിടുന്ന് നമ്മളെ ട്രിപ്പിൻ്റെ ഒരു ഏകദേശം പൈസ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 650K, 650K ആണ്. ഞാൻ നമ്മളെ എത്ര റുപ്പീസിൽ ഞാനിവിടെ ഇട്ടേക്കാം. അതിൽ അവർ പ്രൊവൈഡ് ചെയ്യുക. യു വിൽ പ്രൊവൈഡ് ജീപ്പ്. The Jeep ticket entrance, all spot in Bromo. There is 8 destinations. Its name is Sunrise Viewpoint, Love Hills, and then Widodaren, this one. And then the crater area, including the temple and the Mount Batok. Then the other one is Black Sand Desert and Savannah. We can also visit the waterfalls nearby this mountain, but the ticket entrance is excluded. However, its cheap is only 10,000 rupiah. ഓക്കെ.
അപ്പോൾ ഗൈസ് നിങ്ങൾ കേട്ടില്ലേ 8 കാര്യങ്ങൾ മൊത്തം 8 ഈ 650 ഇതിൽ പെർ പേഴ്സൺ ആണ് കേട്ടോ പറയുന്നത്, പെർ ജീപ്പല്ല, പെർ പേഴ്സണ് 650 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 കാര്യങ്ങൾ കിട്ടും. അതിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത കാണാണ്. ഒന്ന് സൺറൈസ്, ലവ് ഹിൽസ് ഓക്കെ വേണേൽ കണ്ടാൽ മതി. പിന്നെ ഈ സ്ഥലം, ഈ ഒരു സ്ഥലം നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന പിന്നെ ഇത് ക്രിയേറ്റർ വോൾക്കാനോ അങ്ങോട്ടേക്ക് അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് ഒരു പാക്കേജിൽ നിങ്ങൾക്ക് വരിക. ഈ പാക്കേജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അവസാനിക്കുക ഏകദേശം ഒരു 12 മണി 1 മണി ഉച്ചയ്ക്ക്. അപ്പം ഏകദേശം ഒരു 12 മണിക്കൂർ ട്രിപ്പ് ആയിരിക്കും. രാത്രി 12 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ. ടീമിൻ്റെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആക്ച്വലി ഞാനിവിടെ ഫ്രീ ആയിട്ടാണ് കേട്ടോ വന്ന്, ഓരോ കൂടെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്, നല്ല കമ്പനി. നമ്മളെ എന്താ പറയുക, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് പുള്ളിക്കാരൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം കാണിച്ചു തരും. എന്നെ ഇപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് പുള്ളി എല്ലാം കാണിച്ചു തരുന്നത്. ഗൈസ് ദിസ് വ്യൂ ഞാൻ കേട്ടോ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അവിടെയൊക്കെ വണ്ടികൾ നിർത്തിയിരിക്കുക. പിന്നെ ഇവിടുത്തെ സാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ബ്ലാക്ക് കളർ സാൻഡാണ്. നോക്കിയാൽ മനസ്സിലാവും. Good morning. How is Bromo today? Yeah guys, if you want to go to Bromo, don't forget to സ്മാർട്ട് വേ. ഗൈസ് ഞാൻ ഇത്രയും നേരം കാത്തു നിന്ന ആ നിമിഷത്തോട്ട് വരികയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഒരു വോൾക്കാനോൻ്റെ മേലെ കയറിയിരുന്ന് വീഡിയോ എടുക്കണമെന്നല്ല, അത് കാണണമെന്ന്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാ അങ്ങ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നടന്നു പോവാം, ഏകദേശം 30 മിനിറ്റ് എടുക്കും ഇവിടുന്ന് നടന്ന് അവിടെ എത്താൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുതിര ഇതേണ്ട, ഈ കുതിരൻ്റെ റൈഡും ഉണ്ട്. ഇതിന് ഏകദേശം to there. It's 150 റിട്ടേൺ ഓൾസോ. return top, and the other one from the temple to right there, one way is 50. ഓക്കെ. And the cheapest one from that line you see, like this one, ഓക്കെ this one, ഓക്കെ it's a horse road. It's only 30 one way. ഓക്കെ So 150 return, 50 one way, 30 one way. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ ജേണി ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ 150K, അതായത് അവിടെ കൊണ്ടുപോയിട്ട് ഒരു തിരിച്ചു കൊണ്ടുവരും. ഇനി ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഈ ടെമ്പിളിൽ നിന്നാണെങ്കിൽ ഒരു 50K വൺ വേ കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. ഇല്ലെങ്കിൽ അവിടെ ഏറ്റവും മേലെന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്, അതാണ് 30K. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ അതെടുക്കുക. ബട്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, നമ്മളിത് നടന്ന് തന്നെ കാണണം. കാരണം കേട്ടോ, ഇങ്ങനത്തെ ഒരു എന്താ ഒരു പ്രത്യേകതരം പിന്നെ ബ്ലാക്ക് സാൻഡ് എന്നാണ് ഇവർ പറഞ്ഞത്. ഈ ബ്ലാക്ക് സാൻഡ് കൂടി വേണം നമ്മൾ നടക്കാൻ. അപ്പം ലെറ്റ്സ് സീ ദ വോൾക്കാനോ. ഈ കാണുന്നത് മേഘമല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന പുകയാണ് കേട്ടോ. അതിനെന്താ പറയുക, സൾഫർ കണ്ടൻറ്റ്, എന്ത് പുകയാണത്? ഞാനിവരോട് എന്ത് ഗ്യാസാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റിൻ്റെ ടെമ്പിളാണ്. അപ്പം ആസ് പെർ ദ ലോ ഫ്രം ഹിയർ, പിന്നെ അന്യ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരെ മേലോട്ട് നടക്കുകയാണ്. ഈ ടെമ്പിളിനെ കുറിച്ച് കുറേ കഥകളുണ്ട്. അതായത് ഇതൊരു സാക്രിഫൈസിങ് ടെമ്പിളാണ്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഹിസ്റ്ററീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് അറിയത്തില്ല. അപ്പം ഇതിൽ എല്ലാ കൊല്ലവും ഇവിടുത്തെ ആൾക്കാർ സാക്രിഫൈസ് ചെയ്യുക, എന്തെങ്കിലും മൃഗങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ ഇടും. ആ ഒരു ദിവസം മാത്രം ഇവിടെ ആർക്കും എൻട്രി ഇല്ല. ഇവിടുത്തെ കുറേ വിശ്വാസങ്ങൾ, പണ്ടത്തെ ഒരു വിശ്വാസമായിരുന്നു. ഇവിടെയുള്ള ഐ തിങ്ക് കിങ് ആണ് തോന്നുന്നു, അവരെ 11ാമത്തെ സണ്ണിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കേട്ടറിവിലൂടെയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ക കറക്റ്റാണെന്നറിയില്ല. അപ്പം ഇതാണ് ആ ടെമ്പിള്. യെസ്, നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. സീ ദീസ് ഗൈസ്, ഒരു വോൾക്കാനോ
ഒരു ലാവ, അതും ഒരു ആക്റ്റീവ് വോൾക്കാനോൻ്റെ അടുത്താണ് ഞാൻ പോയി നിൽക്കുന്നത്. പൊട്ടി തെറിച്ചാൽ മരിച്ച്, വേറെ ഒന്നും പറയാനില്ല. Kambrisike banyu Goka engkang ati turu Sinare wulan makasih Padangku mentar Madange ono wit-witan. അപ്പോൾ ഗൈസ്, നമ്മൾ കുത്തനെയുള്ള കയറ്റം കയറാൻ തുടങ്ങി. ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. പക്ഷെ കുത്തനെയുള്ള കയറ്റം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതല്ല 2 വഴിയുണ്ട്, ഇതിൽ നമുക്കിങ്ങനെ നടക്കാം. ഇത് കുതിരകൾക്ക് പോകാനുള്ളത് കേട്ടോ. ഓ, ആ ടോപ്പിൽ കാണുന്നത് യെസ് ദ വോൾക്കാനോ. പിന്നെ ഇവിടുത്തെ കുതിരക്കാരോട് സംസാരിക്കാൻ നിൽക്കരുത്, സംസാരിച്ചാൽ കഴിഞ്ഞ് പിന്നെ ഒരു പിടിച്ചോണ്ട് പോകും. ഹാഫ് വേ ആയിട്ടുണ്ട്. ഹാഫ് അല്ല, 45 അല്ല 90% ആയിട്ടുണ്ട്. 90-80. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങോട്ട് വരുമ്പം മാസ്കോ എന്തെങ്കിലും ഷാളോ മറക്കിയാൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഞാൻ തുമ്മണോലെ തുമ്മട്ടി, കാരണം പൊടി മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട്. ഇതിപ്പം കുറവാന്നാണ് പറഞ്ഞത്, ഇല്ലേണ്ടല്ലോ ഇവിടെ നിറച്ചും പൊടിയിരിക്കും. ഇനി ആ സ്റ്റെപ്പ് കൂടി കയറി നമ്മളെത്തി. ഗൈസ്, ഞാനങ്ങനെ നടന്ന് യെസ് ദ വോൾക്കാനോൻ്റെ മുന്നിലെത്തി ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, പൊട്ടിത്തെറിച്ചിട്ട് ആലോചിച്ച് നോക്ക്, എമ്മാതിരി വലിയ പൊട്ടിത്തെറി. ഇത് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വോൾക്കാനോ ആണ്. ലെവൽ 3 വോൾക്കാനോ എന്നാണ് ഇന്തോനേഷ്യയിൽ ഇതിനെ അറിയപ്പെടുക. ലെവൽ 3 എന്ന് പറഞ്ഞാൽ ഓക്കെ എപ്പോഴും പൊട്ടാം എന്നുള്ള രീതിയിലുള്ള. ഈ പോകുന്ന ഗ്യാസ് സൾഫർ കണ്ടൻ്റ് ആണ്, നമുക്ക് ശ്വസിക്കാൻ ശരിക്കും പാടുള്ളതല്ല. പക്ഷെ ഓക്കെയാണ്. ഒരു ബാഡ് സ്മെല്ല്, നിങ്ങൾക്ക് ഒരു ബാഡ് സ്മെല്ല് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും. എന്താ ഒരു ചീഞ്ഞ മുട്ട പുഴുങ്ങിയതൊക്കെ മാതിരി. 2018 ഇത് പൊട്ടിത്തെറിച്ചതായിരുന്നു. വലിയൊരു പൊട്ടിത്തെറി അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൊട്ടിത്തെറി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പോകും. പൊട്ടിത്തെറിച്ചിട്ട് ഇതിങ്ങനെ ഒലിച്ച് പോയത്. ഈ ഒരു ഏരിയ മൊത്തം ഡിസ്ട്രോയിഡ്, ഫുൾ കംപ്ലീറ്റ്ലി മൊത്തം പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനെ, അവിടെ സൾഫർ കണ്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പച്ച കളറാ, പച്ച മഞ്ഞ എല്ലാം കൂടി ചേർന്നിട്ട്. ഓ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച പോലുമില്ല. ഗൈസ്, ഞാൻ ഒരു വോൾക്കാനോൻ്റെ പേര് എന്നിട്ടാണ് സംസാരിക്കുന്നത്. വൺ ഓഫ് ദി ഡേഞ്ചറസ് പ്ലേസ് ആണ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ്, ഇവിടെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല തണുത്തൊരു കാറ്റ്. ഓ, ഇവിടെ നാണ്ട് വീടാണ്ടല്ല, കറക്റ്റ് അതിലുണ്ടാവും. പിന്നെ ഡെഡ് ബോഡി ആയിട്ടുണ്ട് എടുക്കാനൊന്നും ആരും വരുത്തുന്നുണ്ടാവില്ല, അങ്ങനെ പോയിപ്പോ. ഓ, ചുറ്റും നിങ്ങൾക്കൊന്ന് കാണിച്ചില്ല ഗൈസ്. മൗണ്ട് ബ്രോമോ ഇൻ ഇന്തോനേഷ്യ വന്ന് തീർച്ചയായിട്ടും കാണേണ്ട പ്ലേസിൽ ഒന്നാണ് കേട്ടോ. മിസ് ചെയ്യരുത്, നിങ്ങൾ ജീവിതത്തിൽ മിസ് ചെയ്യരുത്. ഓ, അത്രക്കും സന്തോഷവനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഫായ്സിനൊക്കെ ഇത് മിസ്സായി. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരാമോ, നമ്മളെല്ലാ പ്രേക്ഷകർക്കും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടല്ലോ എന്നാ. ഓ, ഞാൻ സെൽഫ് പ്രൗഡാട്ടോ, ഞാൻ ഇത്രയും ചെയ്തല്ലോ എന്നുള്ളത്. വാ, എൻ്റെ കൂടെ ഉള്ളവർ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അവിടുന്ന് ഇവിടെ വരെ ഞാൻ പൊതുവേ നടക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അല്ല, എനിക്ക് പെട്ടെന്ന് കിതപ്പ് ഇതൊക്കെ വരും. ഇന്ന് എനിക്ക് എൻ്റെ ഒരു അറിവിൽ എനിക്ക് പകുതി കിതപ്പേ വന്നിട്ടുള്ളൂ. കാരണം എന്താ പറയുക, ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങോട്ട് എത്തുക എന്നുള്ളൊരു ഇതിൽ, ഇത് കാണുക എന്നുള്ള. ഓ, we done it. Yes, we made it. Yeah, This is Ganesha statue. Ganesha statue. Yeah, this temple was a Ganesha? No. I'm not sure, I don't know. Okay. They will sacrifice everything from here, right? Yeah. They will throw like this. ഇവരൊക്കെ എത്താൻ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ആദ്യം എത്തി. ഇതാണ് ഗണേശ എൻ്റെ ഒരു ഇത് കാണാം കേട്ടോ, രൂപം. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ പർട്ടിക്കുലർ ഏരിയ
ബേസിക്കലി ഒരു ഹിന്ദു കമ്മ്യൂണിറ്റീൻ്റെ ഏരിയ ആണ്. ഇവിടെയുള്ള വീടുകളില്ല, കുറച്ച് അങ്ങോട്ടേക്ക് പോയുള്ള വീടുകളൊക്കെ ഹിന്ദു കമ്മ്യൂണിറ്റീൻ്റെ വീടുകളാണ്. ഓ, we can walk. Wanna try? Yeah, definitely. This is my... Careful, okay? Okay. I will take my water. Guys, ഇവിടെ വരെ വന്നിട്ട് ഇത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ This is the last left line. അപ്പം ഇത് കൂടി ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ഇവിടെ ഒരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്, ആരും ചാടാതിരിക്കുക. ചാടണമെങ്കിൽ നിങ്ങൾക്ക് ചാടട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ വീണ് പോവാം. ഓ, എനിക്ക് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എനിക്കൊന്നും പറയാനില്ല. വന്ന് കാണുക അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നടക്കുന്ന പിന്നെ വഴി കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊരു ഡേഞ്ചറാണ്. ഇങ്ങോട്ട് പോയാൽ നിലത്തുണ്ടാവും, ഇങ്ങോട്ട് പോയാൽ പിന്നെ മരണം, വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ സൂക്ഷിച്ച് നടക്കുക. കാരണം എന്താ പറയുക, നമ്മൾ ഇത്രയും ദൂരം നടന്ന് വന്നിട്ട് നമ്മൾ രാത്രി 12 മണിക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു തലയിറക്ക പോലെ, ഒന്നും തിന്നിട്ടുമില്ല, ഒന്നുമില്ല. എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് എൻ്റെ മുതൽക്കൂട്ട്. ഇത് കണ്ടേ. ഓ, ഇതിനപ്പുറം എന്ത് വേണം ജീവിതത്തിൽ? ഓ, നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും പോയി കാണുക, ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക. ഓ, ഇന്തോനേഷ്യ ആരും മിസ് ചെയ്തിട്ടോ. ഓ, ഞാൻ വോൾക്കാനോന്റെ ചുറ്റുമാണ് നടക്കുന്നത് ഗായ്സ്. ഇവിടൊക്കെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു. ഒറ്റ പൊട്ടിത്തെറിയിൽ എല്ലാം പോയി. ഓ, ഞാൻ ഈ എഡ്ജിലൂടെയാണ് നടക്കണേ. ക്യാമറ ശ്രദ്ധിക്കണം, ഞാൻ എന്നെ ശ്രദ്ധിക്കണം, ക്യാമറ അല്ല. അപ്പോൾ ഞാൻ താഴെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ മേലെത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിക്കാം ഗൈസ്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു ഭൂമി കുലുങ്ങുന്ന സൗണ്ടാണ് എനിക്കിങ്ങനെ ഇതാക്കി വന്നത്. ഇപ്പം പിന്നെ ഗ്യാസിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പുറത്തെ സൈഡൊക്കെ നമുക്ക് നല്ലോണം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാകുമ്പം ഇത് കൂടും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു ഗ്യാസ് വരുന്നത് കൂടും. ഓ, ഒരു രക്ഷയില്ല ഗായ്സ്, ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല, എന്ത് പറയാനാ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു ഏരിയത്തെ വീഡിയോ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഫുൾ ചളി മേത്തായാലും ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് 2 പ്ലേസുകൾ ബാക്കി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. എന്തോരം ജനങ്ങളാണ് നോക്കി കാണാൻ. പക്ക ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കണേ. ഓ, മഴ പെയ്യാനും ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ടോ. ഇതുവരെ വെതർ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ളവരൊക്കെ ആദ്യം ഇറങ്ങി. അപ്പം ഇനി നമ്മൾ വേണം പോകാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്ന് ഇവിടെ എത്തി. ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള ടൊയോട്ടോൻ്റെ മറ്റേ ജീപ്പ് എത്രണ്ണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഠിച്ചോനെ നോക്കി, എവിടെ എന്തൊക്കെ കളറിലാണ്, കുറേ ഉണ്ട് കേട്ടോ. നോക്കൂ, വൺ കളർഫുൾസ് ആണ്. നിങ്ങൾക്ക് നല്ല കളർഫുൾ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഉണ്ടല്ലോ. ജസ്റ്റ് കമോൺ ഗൈസ്, ജസ്റ്റ് കമോൺ. ഇവിടെ വന്നിട്ട് കീട്ടിലും സാധനത്തിന് എടുത്തിട്ട് പോവാം. സൂര്യൻ നമ്മൾ ചതിച്ചു, അതുകൊണ്ട് നമ്മൾ ഇതവിടെയാണ് ഉള്ളത് വോൾക്കാനോ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. വാ, വണ്ടികൾ പോണോക്ക് ഹായ് ബൈ ബൈ. അപ്പോൾ കബാർ
അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്പറിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ കാറ്റിങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച കേൾക്കാന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് സാൻഡാണ്, കണ്ടോ. യെസ്, വാവ്. ഞാൻ ഇന്ന് ഓൾറെഡി എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോസൊക്കെ ഓൾറെഡി എടുത്ത് കഴിഞ്ഞാണ്. അവിടുന്ന് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ബൈക്ക് 4x4 കാറുണ്ടായിരുന്നല്ലോ, ജെറ്റ് വിമാനം പോണാരി എന്ന് പറഞ്ഞിട്ട് പോയി കളിക്കാം. അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഓൾറെഡി ഞങ്ങളെല്ലാവരും ടയേർഡായിട്ടോ, ചാവാനായിക്കുന്നു. ഇനി അവിടെ പോയിട്ട് വല്ലതും കഴിക്കണം, കിടന്നുറങ്ങണം. പിഞ്ചം മോട്ടോർ പോലെ പിഞ്ചം മോട്ടോർ ഗൈസ്, ഹായ്. ബോലെ പുഞ്ചം മോട്ടോർ ഹിയർ. I can drive this. No. This. Yes. Can I? Yes. Definitely. Where is the key? Okay. Guys, ഇവിടുന്ന് ഞാൻ ബൈക്ക് ഓടിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഒരു പുളിയാതി വണ്ടി. ഇതാണ് നമ്മുടെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് പോയിന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പോയത് ഇതിലേ ആയിരുന്നു. അപ്പം അവിടെ വരെ പോയി നമ്മൾ തിരിച്ചു വരികയാണ്. ഈ മേഘം കാരണം ഒരു വെളിച്ചം കിട്ടുന്നില്ല, അതുകൊണ്ട് ഈ സൈഡ് ഷൂട്ട് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഫുൾ ഗ്രീനറി. ഇതേപോലത്തെ ഒരു മലയായിരുന്നു അതും. അവിടെ അങ്ങനെ അത് പൊട്ടിത്തെറിച്ചാണ്, അങ്ങനെയാണ് ഇത് ഇങ്ങനെ ആയത്. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ചത്ത് വെയ്യാണ്ടാക്കിയാണ്, അതാണ് ഇപ്പോൾ ഒരു മൂഡില്ലാത്ത വീഡിയോക്ക്. ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരും ചത്ത്. അപ്പോൾ ഈ ഗ്രീനറി ഉള്ള ഒരേ ഒരു, പിന്നെ ഇവിടുത്തെ ഈ വോൾക്കാനോസ് ഒന്നും വലിയ ഹൈറ്റൊന്നും ഇല്ലല്ലോ, 2700 ഫീറ്റ് അത്രേ ഉള്ളൂ. നമ്മൾ കയറിയത് വെറും 1600 ഫീറ്റോ 1800 ഫീറ്റോ അത്ര എങ്ങാനുള്ളൂ. ചെറിയ ചെറിയ മലനിരകളാണ്, പക്ഷേ ഭയങ്കര ആക്റ്റീവായിട്ട് കിടക്കുന്ന മലനിരകൾ. സോ ടയർഡ് ഗായ്സ്. ഇത് മറ്റേ വിൻഡോസിൻ്റെ ഒക്കെ ഇതിൽ കാണുന്ന മറ്റേ ഇതില്ലേ, പിന്നെ വാൾപേപ്പർ അതുപോലെ ഉണ്ട് കണ്ടിട്ട്. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു എയർപോർട്ട് തുടങ്ങാം കേട്ടോ. പ്ലെയിന് ഇതിങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ തന്നെ വിചാരിക്കും ഇത് കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഡിറ്റ് ചെയ്യാനിരിക്കും, വിചാരിക്കും ഷോ നല്ല രീതിയിൽ എടുക്കായിരുന്നു. അതിന് ബട്ട് എന്ത് ചെയ്യാനാ, വയ്യാ. ഗൈസ്, ഈ സ്ഥലത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഫോണിൽ വീഡിയോ എടുത്തോട്ടോ. These are the same guys. It's already recorded. Coffee. Let coffee. Oh, the same guys, yeah. Same guy? Yeah, same guys. So you cancel it. Hey, it's okay. Leave it. Okay, let's go. No. Anything. Say something. Say something. I'm so tired. I wanna get rest soon. Don't you? Yeah, me too. Are you tired? No. No, really? No. Are you tired? Nope. Seriously? Everybody's They're tired. They are so strong. Yeah. Yeah. They're not tired. Pinjam motor Buat apa?
Buat apa? Buat apa? It means For what? I want to drive. I want to drive. Where? Here. Oh, mau You can coba drive di this sini. motorcycle? Yeah, definitely. Motor trail? Yeah. Alright. Here's the bikers already 5,000 kilometers passing. 55. 55,000 kilometers in India. Good job. It's work. It is vlogging, huh? Yeah, it's vlogging. Daily vlog, yeah, firm. How was? Great. After a long time. Long time. Say terima kasih. Three. Terima kasih. Where is that guy? Terima kasih. അപ്പോൾ ഗൈസ് കാലാവസ്ഥ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. വ്യൂ ഒന്നും കൂടി കാണിച്ചു തരാം. അത്യാവശ്യം കിട്ടിലും വ്യൂ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആരും മറക്കണ്ട ഇത് വന്ന് ചെയ്യാൻ. ടയേർഡായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം സ്മാർട്ട് വേ, നമ്മുടെ നാട്ടിലത്തെ ആ സ്മാർട്ട് വേ അല്ല, ഇത് പുള്ളിക്കാരൻ്റെ സ്വന്തമായ ഒരു സ്ഥാപനമാണ് സ്മാർട്ട് വേ. അപ്പം നല്ലൊരു മനുഷ്യനുമാണ്. നിങ്ങൾക്ക് ചീപ്പസ്റ്റ് റേറ്റ് കിട്ടും. യാസീം വ്ളോഗ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഒരു 5% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. എന്തായാലും നിങ്ങളെ ജീവിതത്തിൽ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി വെക്കുക. മൗണ്ട് ബ്രോമോ ഞാൻ വന്ന് ചെയ്തിരിക്കും. 8 സ്ഥലങ്ങളാണ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്നിന് ഒന്ന് എല്ലാം മികച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നില്ല അധികാരം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്. വോൾക്കാനോയിലൊക്കെ കയറി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ത്രീ മക്കാസി.